രമ്യ വാരീസ് ഭർത്താവിൻ്റെ അസുഖത്തിന് അവരെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഡൊമിനിക്കിനോടും വൈഫിനോടും പറഞ്ഞ പോലെ തന്നെ രമ്യ കൃപാസൻ ചവിട്ടിയപ്പോൾ തന്നെ അമ്മ പറഞ്ഞ് മകളെ ദുരന്തം ഉണ്ടാകാൻ പോകണം പ്രാർത്ഥിക്കണം. അപ്പോൾ രമ്യ ഉടനെ വിവേചിച്ചു, ഇവിടെ ഇത് അമ്മയുടെ പ്രത്യക്ഷയുടെ സന്ദേശമാണല്ലോ, അപ്പോൾ അമ്മയാണല്ലോ എന്നെ ഇവിടെ കൊണ്ടുവന്നത്, അമ്മ അറിയാതെ ഒന്നും ജീവിതം സംഭവിക്കത്തില്ലല്ല, അതുകൊണ്ട് നമുക്ക് ഉടമ്പടി എടുത്തിട്ട് പോകാമെന്ന്. ഉടമ്പടി എടുത്തിട്ട് രമ്യ വർഗീസ് ഭർത്താവിനെ എന്നെ കാണിക്കാൻ വന്നു. അപ്പം ഞാൻ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ച്, അപ്പം രമ്യ സാക്ഷ്യം പറയണത് അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അച്ഛൻ എന്ത് പന്തികേട് തോന്നിക്കാമായിരിക്കും, അച്ഛൻ എന്നെ തട്ടിയെന്ന്. അച്ഛൻ ഇങ്ങനെ എൻ്റെ ഭുജത്തിൽ ഇങ്ങനെ തട്ടി. അപ്പം എനിക്ക് കിട്ടിയ മെസ്സേജ്, കർത്താവിൻ്റെ ഹിതം എന്താണ്, അത് നീ സ്വീകരിക്കണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ കർത്താവിൻ്റെ ഹിതം, എൻ്റെ ഭർത്താവ് പിറ്റേ ആഴ്ച മരിച്ചുപോയി, കർത്താവിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് പറഞ്ഞ ദുരന്തം ഇതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് ഞാനത് ഏറ്റെടുത്ത്. അതാണ് ഈ പാറ എന്ന് പറഞ്ഞ സാധനം. അല്ല, ഞാനത്ര പ്രാർത്ഥിച്ചതാണ്. ഞാനിപ്പോൾ പണ്ട് ഓർക്കൊണ്ടേ, ഞാൻ ഒരു വീട്ടിലൊരു മരിപ്പിന് ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ച ഒരു വീട്ടിൽ, ഓട്ടോറിക്ഷയിൽ ലോറി ഇടിച്ച് മരിച്ചു. എൻ്റെ ഇടവക്കാരനാണ്. അപ്പോൾ അവനിങ്ങനെ മരിച്ച് കുരിശൊക്കെ പിടിച്ച് ഞാൻ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പോയി ഒപ്പിസ് ചെല്ലി. എല്ലാവർക്കും ദുഃഖമുണ്ട്, കാര്യം നാട്ടുകാരനാണ്, അറിയാവുന്ന ആളായത് കൊണ്ട് എല്ലാവർക്കും ദുഃഖമുണ്ട്. അപ്പോൾ ഞാനാ പ്രാർത്ഥിച്ചപ്പോൾ എന്നെ കണ്ടപ്പോൾ ആ ചേടുത്തി അവൻ്റെ അമ്മ പറഞ്ഞേ, എൻ്റെ അച്ഛാ എത്ര കുരിശിട്ട് ഞാനിവിടെ കിടത്തി ഉറക്കിയതാണ്, അവസാനം അവൻ കുരിശി പിടിച്ച് കിടക്കുകയാണ്. നമ്മളെ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ ചേടുത്തിമാരുടെ പാട്ടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല. ആ മകൻ കിടക്കാൻ നേരത്ത് കുരിശിട്ടെന്ന് കാണുമ്പോൾ ഈ അമ്മ പറയണതേ, അച്ഛനെ തോട്ടി ദൈവത്തിനെ ഉപദ്രവിക്കാൻ അവരുടെ ഉദ്ദേശം. അച്ഛനൊരു പ്രതിനിധിയായിട്ട് വന്നിരിക്കണതല്ലേ ദൈവത്തിൻ്റെ. അപ്പം അച്ഛനെ തോട്ടി ദൈവത്തിനെ ഒളിഞ്ഞ് ഈ ബാല്യ അമ്പെയ്ത പോലുള്ള ഈ അമ്പെയ്ത്താണ് സംഭവം. ഒരു ദുഃഖം വരുമ്പോൾ ഈ വില്ലാളി വീരത്തികളൊക്കെ വരും. ഒരു ദുഃഖം വരുമ്പോൾ അവരതിനാൽ അവർക്ക് തീരുമാനമാവും. എന്താ കാര്യം, ഇങ്ങനെയുള്ള ഒരു ഹൃദയത്തിൽ ഒരു സ്ഥലത്ത് ദൈവം ഒരിക്കലും ഒന്നും ചെയ്യത്തില്ല. അതാണ് ഈ പാറമേൽ ഏത് പാറയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ഉടമ്പടി പാറയാണ്. എന്ത് പറയണത്?